ഹലോ ഗൈസ്, ഇന്ന് ഡേ 6 ആണ്. വാമപ്പും സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം നേരെ കാലുകളിലേക്ക് തന്നെയാണ് പോയത്. നേരാലും വീതാലൊക്കെ ചെയ്തതിന് ശേഷം അകക്കാലും ഇരുത്തിക്കാലും ചേർത്തുള്ള കോമ്പിനേഷൻ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മളെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആക്കുന്ന കളരിയിലെ മറ്റേ വർക്കൗട്ട് കുറച്ചു നേരം ചെയ്തു നോക്കി. ബാക്ക് മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം എന്ന് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ബ്രിഡ്ജ് അപ്പ് ആൻഡ് ഡൗൺ 10 കൗണ്ടിന് 2 സെറ്റ് ചെയ്തു. ഇത് നമ്മൾ നിന്നിട്ട് ബാക്ക് ബെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ്. അതുമാത്രമല്ല ബാക്ക് മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രിഡ്ജ് വാക്ക് വാളിൻ്റെ സപ്പോർട്ട് കൂടി കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. ഇത് ബാക്ക് മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് 1 ഹാൻഡ് ബാക്ക് ബെൻഡാണ് ട്രൈ ചെയ്ത് നോക്കിയത്. 1 ഹാൻഡ് ബാക്ക് ബെൻഡ് ചെയ്തിട്ട് പുഷപ്പ് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കി. സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അങ്ങനെ സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനുശേഷം നക്കിൾ പുഷപ്പിലേക്കാണ് പോയത്. നക്കിൾ പുഷപ്പ് 10 കൗണ്ടിൻ്റെ 3 സെറ്റ് ചെയ്തു. നമ്മളെ ഫോറാമിൻ്റെ കണ്ടീഷനിങ്ങിനും നക്കിളിൻ്റെ കണ്ടീഷനിങ്ങൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നക്കിൾ പുഷപ്പ്. അതിനുശേഷം നമ്മളെ ഹിപ്പിൻ്റെ മൊബിലിറ്റിയും ലോവർ ബാക്ക് മൊബിലിറ്റിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് കുറച്ചും ചെയ്തത്. 10 കൗണ്ടിൻ്റെ 3 സെറ്റ് വെച്ച് ചെയ്തു. ബാറ്റിൽ റോപ്പോടെ കിടക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് സൂപ്പർമാൻ പുഷപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തു. റെസ്ലിംഗ് ത്രോസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. അതുകൊണ്ട് ഫെയർമാൻസ് ക്യാരി ത്രോ റെസിസ്റ്റൻസ് ഹാൻഡ് ഉപയോഗിച്ച് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. അടുത്ത വർക്കൗട്ടും റെസ്ലിംഗായിട്ട് ബന്ധപ്പെട്ട വർക്കൗട്ട് തന്നെ ആയിരുന്നു. അത് 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. നെക്ക് നല്ല വീക്ക് ആയതുകൊണ്ട് നെക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം നെക്കിൻ്റെ വർക്കൗട്ട് ചെയ്തു. ഇന്നലെ ബ്രൂസിലൂടെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇന്ന് സൈഡ് കിക്കാണ് കൂടുതൽ നേരം പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം ഡബിൾ സ്റ്റിക്കിൻ്റെ വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡബിൾ സ്റ്റിക്കിൻ്റെ വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കി. എന്നത്തെയും പോലെ തന്നെ ഇന്നും നെഞ്ചക്കിൻ്റെ ഫിംഗർ റോൾ കൈ നിൽക്കുന്നുണ്ടായിരുന്നില്ല, കൈ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം റിവേഴ്സ് ഷോൾഡർ പാസ് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് എങ്ങനെയും ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചു. ഓരോ പുഷപ്പ് ചെയ്യുമ്പോഴും ബാലൻസ് പോകുന്നുണ്ടായിരുന്നു. ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പ് സെറ്റാക്കി എടുക്കണം. പിന്നീട് പോയത് ഹെഡ് സ്റ്റാൻഡിലേക്കാണ്. ഹെഡ് സ്റ്റാൻഡിൻ്റെ ഒരു 2-3 വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കി. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇന്ന് നെക്ക് വെൽസിറ്റും 1 എൽബോ ലിവറാണ് പ്രാക്ടീസ് ചെയ്തത്. സ്കിപ്പ് റോപ്പും അവസാനമാക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് ലാസ്റ്റ് സെക്ഷനായ അബ്ഡമൻ സെക്ഷനായിരുന്നു. 20 കൗണ്ടിന് 2 സെറ്റ് ക്രഞ്ചസ് ചെയ്തു. അതിനുശേഷം 1 മിനിറ്റിൻ്റെ 3 സെറ്റ് പ്ലാങ്ക് ചെയ്തു. ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.